ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിന്ന് രാവിലെ ഷോപ്പിംഗ് നടത്തി എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. പാലക്കാട് മാർക്കറ്റിൽ പോയി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മുടെ കേരള മല്ലൂസിന് വേണ്ട ജീവിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടും. പല ആൾക്കാരും പറഞ്ഞായിരുന്നു ഓസ്ട്രേലിയയിൽ നമുക്ക് മലയാളി സാധനങ്ങളൊന്നും കിട്ടാൻ, അതുപോലെ അരി, കുത്തരി, അങ്ങനെ ഇടിയപ്പപ്പൊടി, അങ്ങനെയുള്ള പൊടികളൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ചില സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷേ ഞാനും ആദ്യം വിചാരിച്ചു ഇതൊക്കെ കിട്ടാൻ വലിയ പാടായിരിക്കുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല സുലഭമായിട്ട് കിട്ടുന്ന കടകൾ ഉണ്ട്. നമ്മൾ അവിടെ പോയി പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ആ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കാണിക്കാം. ജസ്റ്റ് ഉഴുന്നുണ്ട്, അതുപോലെ തന്നെ ഇടിയപ്പപ്പൊടി, അടുക്കള എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പുട്ടുപൊടി, അതുപോലെ തന്നെ റവ, അതുപോലെ തന്നെ നമുക്ക് മസാലകൾ, കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, അതുപോലെ തന്നെ നമ്മുടെ നല്ല നാടൻ മിക്സറുണ്ട്, അതുപോലെ മുറുക്ക്, അതുപോലെ തന്നെ ബസ്മതി റൈസ് എല്ലാം ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻ്റെ ചങ്ക് ബ്രോയായ മൈലിൻ്റെ പ്രോഡക്റ്റാണ് ഞാൻ UK-യിലാണേലും ലോകത്ത് ഏത് ഭാഗത്താണേലും ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ചങ്ക് ബ്രദറായ വിനോദ് ഭായിയുടെ പ്രോഡക്റ്റ് മൈൽ ആണ് ഞാൻ എന്നും ഉപയോഗിക്കുന്നത്. അന്നും ഇന്നും എന്നും എൻറും മൈലിനൊപ്പം. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി ഐറ്റംസിൽ ഇത് നല്ല ചുമല ചീരയില മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പച്ച ചീരയില. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കപ്പളങ്ങ മേടിച്ചിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വാഴച്ചുണ്ട്, അതുപോലെ തന്നെ നല്ല സൂപ്പർ ഹണി, നമ്മുടെ ഓസ്ട്രേലിയയിൽ തന്നെയുള്ള സൂപ്പർ ഹണിയാണിത്. നമ്മളുടെ ഓർഗാനിക് ഹണിയാണ്. ഞാൻ ഇതിനു മുമ്പ് മേടിച്ചായിരുന്നു. നല്ല ടേസ്റ്റാണ്. നല്ല നമ്മുടെ ആരോഗ്യത്തിന് രാവിലെ ഒരു സ്പൂണ് കഴിക്കുവാണെങ്കിൽ ചുമ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ പച്ച ഏത്തക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചീനിക്കിഴങ്ങ് ഒരു നേരം പുഴുങ്ങാനുള്ള ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സാധനങ്ങൾക്കൊക്കെ ഒരു ശകലം വില കൂടുതലുണ്ട് UK വെച്ച് അപേക്ഷിക്കുമ്പോൾ. അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ടുള്ളൂ. നമുക്ക് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ചക്കയും മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു വരിക്കച്ചക്കയാണെന്ന് തോന്നുന്നു. ഒരു പകുതി വേവിക്കാനും പകുതി പഴിപ്പിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. അതിന് തേങ്ങായും എല്ലാം റെഡിയാണ്. അതുപോലെ ഒരു കരിക്കും കിട്ടിയിട്ടുണ്ട്. കരിക്ക് വെട്ടി ബക്കാടിയും കൂട്ടി ഒരു കരിക്കും വെള്ളത്തിൽ ബക്കാടി കൂട്ടി ഒരെണ്ണം അടിക്കണം. അത് വൈകുന്നേരത്തേക്കേ പറ്റുള്ളൂ. തേങ്ങായും എല്ലാം ഉണ്ട്. ചക്കയ്ക്ക് വേണ്ട തേങ്ങ എല്ലാം സെറ്റാണ്, ഓക്കെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. പുതിയ ഒരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക്. താങ്ക് യു.